ഓർക്കിഡിന്റെ ഇലകൾ മഞ്ഞ നിറമായി കൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് കമന്റ് ബോക്സിലൂടെ പലരും ചോദിച്ചിരുന്നു. നിസ്സാരമായതും സീരിയസ് ആയതുമായ പല കാരണങ്ങൾ ഇതിനുണ്ട്. നല്ല ആരോഗ്യമുള്ള ഓർക്കിഡ് ചെടികളുടെ ഇലകൾക്ക് ഇതുപോലെ ഇളം പച്ച നിറമായിരിക്കും. ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാതെ തണൽ കൂടിയ സ്ഥലത്താണ് ചെടി വെച്ചിരിക്കുന്നതെങ്കിൽ ഇലകൾ കടും പച്ച നിറമാകും. ഇലകളുടെ സ്വാഭാവിക പച്ചനിറം മാറി മഞ്ഞ നിറം ആകാനുള്ള 7 കാരണങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓർക്കിഡ് ചെടിയുടെ ഏറ്റവും താഴത്തെ 1-2 ഇലകൾ പഴുത്തു കൊഴിയുന്നത് തികച്ചും സ്വാഭാവികമാണ്. മുകളിൽ പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ചെടി ആരോഗ്യത്തോടെ വളർന്നോളും. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെടികൾ വാങ്ങിക്കൊണ്ട് വരുന്ന വഴിയോ റീപോർട്ട് ചെയ്യുന്ന സമയത്തോ ഇലകൾക്ക് ക്ഷതം സംഭവിക്കാറുണ്ട്. അവ പഴുത്തു കൊഴിഞ്ഞു പോകുന്നതും സ്വാഭാവികമാണ്. അമിതമായി ചൂടുള്ള വെയിൽ ഇലകളിൽ വീണാൽ ഇലകളിലെ കോശങ്ങൾ നശിച്ചു പോകും. ഈ ഡെഡ് ടിഷ്യൂസ് ചെറിയ പാച്ചസ് ആയി ഇലകളിൽ കാണപ്പെടും. ഈ ഭാഗം പിന്നീട് പഴയ പോലെ ആകില്ല. ഇതുപോലെ അവിടെയും ഇവിടെയും കുറച്ച് പാച്ചസ് ആണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ബാക്കി ഭാഗത്ത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് കൊണ്ട് ചെടി ആരോഗ്യത്തോടെ വളർന്ന് പൂക്കളുണ്ടാകും. എന്നാൽ ഒരുപാട് പൊള്ളലേറ്റാൽ ഇലകൾ പഴുത്തു കൊഴിഞ്ഞു പോകും. ഇലകളിൽ സൺബേണിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആ ചെടികളെ തണലിലേക്ക് മാറ്റിവയ്ക്കണം. മൊക്കാറ പോലെയുള്ള ചില ഇന ഓർക്കിഡുകൾക്ക് വെയിലത്തിരുന്നാലും പ്രശ്നമുണ്ടാവില്ല. ഇലകളുടെ മിനുസം നഷ്ടപ്പെട്ട് ലെതറിയായി കാണുന്നത് ചെടികളിലെ ജലാംശം കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. ക്രമേണ ഇലകൾ മഞ്ഞ നിറമായി ഉണങ്ങും. നല്ല ചൂട് സമയത്ത് രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണം. മഴക്കാലത്ത് ആവശ്യാനുസരണം നനയ്ക്കാം. ഒപ്പം തന്നെ ചെടികളുടെ വേരുകൾ ഹെൽത്തി ആണെന്ന് ഉറപ്പുവരുത്തണം. വേരുകൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വെള്ളം ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കൂ. പോഷകങ്ങളുടെ പ്രത്യേകിച്ച് പൊട്ടാസ്യത്തിന്റെ കുറവുണ്ടാകുമ്പോൾ അടിയിലെ ഇലകൾ മഞ്ഞ നിറമായി തുടങ്ങും. ചെടികളിലെ താഴത്തെ ഇലകളിലുള്ള പൊട്ടാസ്യം മുകൾ ഭാഗത്തെ പുതിയ ഇലകളിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് പൊട്ടാസ്യം ഡെഫിഷ്യൻസി സിംറ്റംസ് ആദ്യം താഴത്തെ ഇലകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. കൃത്യമായ ഇടവേളകളിൽ കുറഞ്ഞ ഡോസിൽ വളപ്രയോഗം നടത്തുന്നത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാകാതെ സഹായിക്കും. ബാക്ടീരിയയുടെയോ ഫംഗസിന്റെയോ ഇൻഫെക്ഷൻ ഉണ്ടായാൽ ആദ്യം ചെറിയ പാച്ചസായി പ്രത്യക്ഷപ്പെട്ട് പിന്നീട് ഇല മുഴുവനായും അടുത്ത ഇലകളിലേക്കും പടരും. ഇൻഫെക്ഷൻ കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ ഇലകളുടെ ആ ഭാഗം കട്ട് ചെയ്ത് നശിപ്പിച്ച് കളയണം. ചെടികൾക്കിടയിൽ നല്ല അകലം നൽകി ആവശ്യത്തിന് വായുസഞ്ചാരം ഉറപ്പാക്കുന്നത് രോഗങ്ങൾ ഉണ്ടാകുന്നതും പടരുന്നതും തടയും. ഫെലനോപ്സിസ് പോലെ ഇലകൾ വളരെ അടുങ്ങി നിൽക്കുന്ന ഓർക്കിഡുകളുടെ ഇലക്കവളുകളിലും മുകളറ്റത്തെ ക്രൗണിലും വെള്ളം കെട്ടി നിൽക്കുന്നത് ക്രൗണും സ്റ്റെമ്മും അഴുകുന്നതിന് ഇടയാക്കും. ഫെലനോപ്സിസ് നടുമ്പോൾ കുത്തനെ മുകളിലേക്ക് വെച്ച് നടാതെ അല്പം ചരിച്ചു വെച്ച് നടുന്നത് നന്നായിരിക്കും. ഞാൻ എൻ്റെ ഫെലനോപ്സിസ് ചെടികളൊക്കെ അങ്ങനെയാണ് നട്ടിരിക്കുന്നത്. എല്ലാ ചെടികളും താഴോട്ട് ചരിഞ്ഞാണ് വളരുന്നത്. ഇങ്ങനെ ചെടി വളരുമ്പോൾ വെള്ളം ഇലകൾക്കിടയിൽ തങ്ങി നിൽക്കാതെ ഒഴുകിപ്പോയിക്കൊള്ളും. നിങ്ങളുടെ ഓർക്കിഡ് ചെടിയിൽ മേൽ പറഞ്ഞതിൽ ഏത് കാരണം കൊണ്ടാണ് ഇല മഞ്ഞളിക്കുന്നതെന്ന് മനസ്സിലാക്കി പരിപാലനത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തിയാൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഗാർഡൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.